പണ്ഡിതന്മാരെ കുറിച്ച് മോശം പറയാൻ പാടില്ല എന്നാ. പക്ഷെ പണ്ഡിതന്മാരെന്നെ മോശം പറഞ്ഞാ എന്താ ചെയ്യാ? ഒരു 4 പത്തിരിക്കും ഒരിച്ചിരി ബീഫ് കറിക്കും വേണ്ടിയിട്ട് എന്ത് നുണ പറയാൻ പറ്റണ മൂല്യന്മാരും ഈ 2025 ഇപ്പോൾ ഉപൽക്കൊന്നും നേരം വെളുത്തിട്ടില്ല. നിങ്ങൾ ആദ്യം ഈ കഥ കേൾക്കും, ബാക്കി ഞാൻ പിന്നെ പറയാം. ഇവിടെ പുതിയ സുലൈമാൻ മൂല്യരുണ്ടായിരുന്നു. വിഷമിക്കുന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ അടുത്തുള്ള എന്തെങ്കിലും എടുത്താണ് കൊടുക്കുന്നത്, സ്വർണ്ണാവും. അയിലക്കാട് പാപ്പുണ്ടായിരുന്നു. പാവങ്ങൾ വന്ന് കുട്ടികളെ കെട്ടിക്കണ വിഷമൊക്കെ പറഞ്ഞാല് മരത്തിന്റെ ഇലൊക്കെ പൊട്ടിച്ചിട്ട് കൊടുക്കും. അത് കൈ കൊടുത്തുകൊണ്ട് വിറ്റോ വാങ്ങിക്കോ, സ്വർണ്ണാണ്. സൗദിയില് ഒരു ചെറുപ്പക്കാരൻ, ഷെയ്ഖുനാനോട് മഹബത്തുള്ള ഒരു ചെറുപ്പക്കാരായി പറയാൻ ഞാൻ ഒരുങ്ങിയപ്പോ മറന്നുപോയത്. അദ്ദേഹം സൗദിയെ പോയി, ഷെയ്ഖുനാന്റെ സമപ്രകാരം പോയതാ. അവിടെ ചെന്ന് അദ്ദേഹം പെട്ടെന്ന് ഒരു മാസത്തിന്റെ ഉള്ളിൽ തന്നെ അയാള് അവിടെ അറസ്റ്റിലായി പോയി. അവിടെ ഒരു തെറ്റും ചെയ്യാതെ എന്തോ ഒരു കുറ്റാളവിൽ ആരോപിച്ച് അയാൾ ജയിലിൽ അടക്കപ്പെട്ടു. ജയിലിൽ കിടന്ന് CM വിളിച്ച് കരാൻ തുടങ്ങി. എന്നെ ഇതിനെ പറഞ്ഞത് എനിക്ക് നാടന്റെ പോരേനോ, എന്നെ ജയിലിലാക്കാൻ അങ്ങോട്ട് വിടണ്ടീനോ ഒക്കെ ഷെയ്ഖുനാനോടാ പറയും. ഷെയ്ഖുനാന്റെ സമപ്രകാരം പോകുന്നതല്ലേ, എന്നെ ജയിലിലാക്കാൻ അങ്ങോട്ട് പറഞ്ഞാക്കണ്ടീനോ, ഷെയ്ഖുനാനോട് കുറ്റം പറഞ്ഞ മാതിരി എന്നെ പറയുന്നത് ഒക്കെ പറയാ ഷെയ്ഖുനാനോട്. ഷെയ്ഖുന പറഞ്ഞാച്ചല്ലേ. ഇയാള് രാത്രി അങ്ങനെ കരഞ്ഞു കൊടുക്കുക, ഹജ്ജിന്റെ ടൈമാ. അങ്ങനെ ഇയാൾ കരഞ്ഞു കൊടുക്കുമ്പോ ജയിലിന്റെ ഇപ്പുറത്ത് ഷെയ്ഖുന വണ്ടി കൊണ്ടുവന്ന് നിർത്തിയിട്ട് ഷെയ്ഖുന ആ ജയിൽ തുറന്ന് ഉള്ളിൽ കയറി സലാം പറഞ്ഞെത്തിയപ്പോ ഷെയ്ഖുന ജയിലിലെത്തിന്. നീ കരയുന്ന കേട്ട് വന്നാ ഞാൻ ഹജ്ജിന് വന്നതാ, വാ ഞാൻ കൈ പിടിച്ച് കൊണ്ടുവന്ന് വണ്ടി കയറ്റി നേരെ വിട്ട് ഏതൊരു സ്ഥലം പറഞ്ഞു സൗദിയിൽ, എനിക്ക് അറിഞ്ഞൂടെ, അവിടെ ആക്കി കൊടുത്തു. ഇദ്ദേഹം നാട്ടിൽ വിളിച്ച് ഷെയ്ഖുന ഭാര്യനോട് പറഞ്ഞു, ഷെയ്ഖുന അവിടെ വന്ന് എന്നെ കേട്ടില്ല നിങ്ങള്? ഇതാണ് അവസ്ഥ. ഇതൊക്കെ കേൾക്കാനും ഇതിനൊന്നും ഉണ്ടാണ്ടിരിക്കാനും ആ സദസ്സിന്റെ മുമ്പിലുള്ള ആളുകളെ കുറിച്ചിട്ട് ആലോചിക്കുമ്പോഴാണ് എനിക്ക് സങ്കടം. ഇതുപോലെ തന്നെ വേറൊരാളുണ്ടായിരുന്നു, ഒരു ഉസ്താദ്. അയാളിതുപോലെ CM എന്ന് പറഞ്ഞ് പടച്ചോന് ഒരു സ്ഥാനവും കൊടുക്കാതെ CM എന്ന് പറഞ്ഞുകൊണ്ട് നടന്നിരുന്ന ആളാ. അവസാനം ഒരു പ്രസവത്തില് ഇപ്പൊ അയാളുടെ വൈഫ് മരിച്ചു, അയാള് ജയിലില്ല. പക്ഷെ ഇതൊക്കെ അയാൾ ജയിലിലാണീന്റെ മുന്നേ വന്ന സംഭവമാണ്. ഇപ്പോ മൂപ്പര് ജയിലിൽ കടന്നപ്പോ വക്കീല് വേണം, കോടതി വേണം, പോലീസുകാര് വേണം, സർക്കാർ വണ്ടി വേണം, നികുതി ചീട്ട് വേണം, ജാമ്യക്കാര് വേണം. എന്നബല കഥയിൽ ഇതൊന്നും വേണ്ട. എങ്ങനെയുണ്ട്? പോക കൊണ്ടുവരിക, കഴിഞ്ഞ പരിപാടി. സുബ്ഹാനല്ലാ, കൂട്ടത്തില് വെറുതെ ഒരു സുബ്ഹാനല്ലയാണ് ചേർക്കുക. ഇതൊക്കെ കേൾക്കണ മുസ്ലിങ്ങൾ എന്താ വിശ്വസിക്കുക? ഇതൊക്കെയാണ് ഇസ്ലാം എന്നല്ലേ? ചോറ് തിന്നണ അന്തല്ലാതെ എന്തോ മായാവി കഥ എവിടുന്നൊക്കെ കേട്ടിമല വിളിച്ച് ഇങ്ങനെ പറഞ്ഞും കൊണ്ടിരിക്കുക. ഇപ്പൊ ഇവരെയും കൊണ്ട് തട്ടിത്തടഞ്ഞിട്ട് നിൽക്കാൻ വയ്യ, അത്രക്കുണ്ട്. ഇത് കേട്ടിട്ട് ആ സദസ്സിലുള്ള ഒരാള് അടുത്തൊരു പരിപാടി കിട്ടുമ്പോ അതല്ലെങ്കിൽ അടുത്തൊരു ചാൻസ് കിട്ടുമ്പോ ഇതേപോലെയാണ് പറഞ്ഞു കൊടുക്കും. കാരണം ഇവന്റെ ഇതിലെന്താ, ഒരു മൂല്യരല്ലേ പറഞ്ഞേക്കണേ, അപ്പൊ അത് സത്യമാവുന്നുള്ളതാ.